ഹനീഫ് അദേനി എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മാർക്കോ എന്ന സിനിമയെ പറ്റിയുള്ള ഓണസ്റ്റ് ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇപ്പോൾ ഈ സിനിമയെ പറ്റി പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. ഇതിൻ്റെ ഹിന്ദി ഡബ് വേർഷനൊക്കെ അവിടെ വളരെ ഹിറ്റാണെന്നാണ് കേട്ടത്. എങ്കിലും ഒരു ഹനീഫ് അദേനി സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഈ ഹനീഫ് അദേനിയുടെ സിനിമകളെടുത്ത ഗ്രേറ്റ് ഫാദർ, മിഖായൽ, ബോസാൻഗോ, ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ടെംപ്ലേറ്റിൽ, അതായത് ഒരു ഹോളിവുഡ് ടെംപ്ലേറ്റിൽ അത് മലയാളത്തിൽ എന്നിട്ട് മോശമായിട്ട് ചെയ്യുന്നൊരു ഡയറക്ടറായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. ഗ്രേറ്റ് ഫാദറിലാണെങ്കിലും ഈ അവസാനം ഡാർക്ക് നൈറ്റിലെ ജോക്കറിനെ പോലെ ആ ജോക്കറിൻ്റെ റെഫറൻസ് എടുത്തിട്ട് വളരെ കോമാളിയായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ ഈ ഇദ്ദേഹം ആക്ടേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിലും വളരെ അമച്ചറായിട്ടുള്ളൊരു ഡയലോഗ്സ്, സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ അറിയാത്ത ഒരാൾ കുറേ ഒരു ലാർജ് സ്കെയിലിൽ വലിയൊരു ടെംപ്ലേറ്റിൽ പടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ തോന്നിയിട്ടുള്ളത്. കുറേ ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി മാർക്കോൻ്റെ ഒരു ട്രെയിലർ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, പുതിയൊരു സംഭവം തന്നെ ഉണ്ടെന്നുള്ള സാധനം ഉണ്ടായി. എങ്കിലും സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സ്ഥിതി വലിയ വ്യത്യാസമില്ല എന്നാണ്. ഈ സിനിമയുടെ പോസിറ്റീവ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ, DOP, കോസ്റ്റ്യൂംസ്, ഉണ്ണി മുകുന്ദൻ്റെ സ്ക്രീൻ പ്രസൻസും ലുക്കൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ BGM ഒക്കെ കൊള്ളായിരുന്നു. അതൊഴിച്ച വളരെ ഷാലോ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അതായത് കുറേ ഇൻറ്റൻസ് ഫൈറ്റ് ഉണ്ട്, പക്ഷേ ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലാത്ത, ഒരു ഡെപ്തും ഇല്ലാത്ത ഒരു തിരക്കഥയും. നമുക്കിത് കാണുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആവേശത്തിലെ ഫൈറ്റ് എടുത്താൽ നമുക്കതിൽ രംഗണ്ണൻ സൂപ്പറാണോ, അല്ലെങ്കിൽ ഇയാൾ ഉടായ്പാണോ, ഗുണ്ടകൾ വെച്ച് ആൾക്കാരടിക്കണ പേടിത്തൊണ്ടരായിട്ടുള്ള ആളാണെന്നൊക്കെ നമുക്ക് ഏറ്റവും ആദ്യം ഒരു കൺഫ്യൂഷൻ തോന്നും. എന്നിട്ട് ലാസ്റ്റ് ആ ഫൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഈ സിനിമ തുടങ്ങുമ്പോൾ ഇപ്പോൾ മാർക്കോയിൽ ആദ്യം മുതൽ വില്ലനെ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ അവരുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, കൊടൂര വില്ലനാണെന്ന് ഇങ്ങനെ കാണിച്ചിട്ടും പേഴ്സണലി എനിക്കത് വളരെ ഒരു അമച്ചറായിട്ടുള്ള രീതിയിലുള്ള ആക്ടേഴ്സിനെ അങ്ങനെ തോന്നിയത്. അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഒരു പ്ലാസ്റ്റിക് ഫീൽ തോന്നി. എന്നിട്ട് ആ ഫൈറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു ഷാലോ ആയിട്ടുള്ള പടം. ചുമ്മാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടം ഇതൊക്കെ ഇട്ട് നടക്കണം. അപ്പോൾ അവരുടെ ആ പുറംമോടി കൊള്ളാം, പുറത്തുനിന്ന് കാണുമ്പോൾ ആ കോസ്റ്റ്യൂം സ്റ്റൈലും ഇതും കൊള്ളാം. എന്നാൽ നമുക്ക് ഒരു ഇമ്പാക്റ്റും തന്നെ ഇല്ല, ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല, ചുമ്മാ അങ്ങോട്ട് കുറേ ഫൈറ്റ്. ഇനി ആ ഫൈറ്റിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഓഡിയൻസ് ഇപ്പോൾ റോങ് ടേണും സോയും ഇതൊക്കെ കണ്ടവർക്കാണെങ്കിലും അത് അവർക്കൊന്നും തോന്നില്ല. അല്ലെങ്കിൽ ഇനി എനിക്കിപ്പോൾ പിന്നെ അനിമലൊക്കെ എന്ത് അടിപൊളി പടം. ഇതേപോലെ എല്ലാ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, എല്ലാ അതിനുള്ള മരുന്നുണ്ട്. ഇത് ചുമ്മാ പുറത്തുള്ള കവർ മാത്രം, അതായത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റിൻ്റെ പുറത്തുള്ള കവറൊന്നുമല്ല, അകത്തൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ മാർക്കോ തോന്നിയത്. പിന്നെ BGM ആണെങ്കിലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്, എൻ്റെ മിഖായലിലൊക്കെ ഉണ്ടല്ലോ, ഉലക്കച്ചക്കച്ചക്ക, അതുപോലത്തെ ഒരു മാർക്കോ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, അങ്ങനത്തെ ഒരു BGM ഉണ്ട്, ഒരു ക്രിഞ്ച് സാധനമുണ്ട്. പിന്നെ വേറെ സാധനമുണ്ട്, അത് നല്ല ചക്ക 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 ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു സാധനം വന്നു പോകും. പിന്നെ ഈ ജഗദീഷിൻ്റെ ഇവരുടെ ക്യാരക്ടർ എടുത്താൽ ജഗദീഷ് ഭയങ്കര കൊടൂര വില്ലനായിട്ടാണ് കാണിക്കുന്നത്. ജഗദീഷൊക്കെ വളരെ കഴിവുള്ള നടനാണ്, പക്ഷേ ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിലെ ഡെപ്ത് ഇല്ലായ്മ കൊണ്ട് നമുക്ക് അത്രയും ഒന്നും തോന്നണില്ല, ഇവരെത്തിക്കാൻ നോക്കിയിട്ട് അത്ര കയറണില്ല. സിദ്ദിഖാണെങ്കിലും ഈ ഇമോഷണൽ സീൻസൊക്കെ വരുമ്പോഴാണെങ്കിലും സിദ്ദിഖ് എന്ത് അടിപൊളിയായിട്ട് നമ്മളെ കരയിപ്പിക്കും, പക്ഷേ ഇതിലെ ഈ സ്ക്രിപ്റ്റിലെ ഫ്ലോസ് കാരണം നമുക്ക് അത്ര തോന്നുന്നില്ല. പിന്നെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയാനുള്ളത് സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്, അത് ഈ ജോൺ വിക്കിലൊക്കെ ഉള്ള സംഭവം. അത് മലയാളത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്തു എന്ന് പറയാം. ആ സാധനങ്ങൾ അത് കൊള്ളായിരുന്നു, അതുപോലുള്ള ആ ഫൈറ്റ്. ബാക്കി അതൊഴിച്ചാൽ മൊത്തത്തിലൊരു ബിലോ ആവറേജ് സിനിമ വിത്ത് ഇൻറ്റൻസ് ഫൈറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവർ അൾട്രാ വയലൻസ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നിയത് എന്താണ് ഇവർ വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്ര ചോരക്കളി ഇതാണെങ്കിൽ അതോ ഇപ്പോൾ ഇനി ഇന്ത്യയിൽ ആരും ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയാലും ഹിന്ദിയിൽ വെൽക്കം ഹോം എന്നുള്ള സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇത്രയും വയലൻസ് ആണോ, ഇത്രയും ചോര ഇതൊന്നും ബ്ലഡ് ബാത്ത് ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ആ സിനിമയെ കാണുമ്പോൾ ഇമോഷണൽ കണക്ഷൻ നമുക്ക് വെൽക്കം ഹോം കാണുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്ന അവരുടെ സർവൈവൽ ത്രില്ലറാണല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അറപ്പും ഒരു ഇത് തോന്നും. പക്ഷേ ഈ സിനിമയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്കത് അത്ര തോന്നുന്നില്ല പേഴ്സണലി. ഇതുപോലെ കൊച്ചിനെ സിലിണ്ടർ എടുത്ത് അടിക്കണ്, അല്ലെങ്കിൽ ഇതെടുക്കുന്നത്, അതൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ കിടന്ന് മുക്കി ചെയ്യണ പോലെ തോന്നിയാണ് ആസ് എ സിനിമ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ. ഉണ്ണി മുകുന്ദൻ്റെ ഒരു എന്തൂസിയാസം ഉണ്ട് ഇതിൽ. പുള്ളി ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് നമുക്ക് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ലതായിരുന്നു. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ അഭിനയം ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷനും പോരാ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇതുപോലെ പറയുകയാണെങ്കിൽ ഈ അനിമലിൽ ഇപ്പോൾ രൺബീർ കപൂർ അസാധ്യ നടനാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്ര മൃഗീയമുള്ള ക്യാരക്ടറാണെങ്കിൽ പുള്ളി ആ അലർച്ച ഇതൊക്കെ ആ ഒരു ലെവലിൽ എത്തിക്കണമല്ലോ. അതൊക്കെ പക്ഷേ ഉണ്ണി മുകുന്ദൻ അത്ര ശ്രമിച്ചിട്ടും എത്താത്ത പോലെ തോന്നി.
വേറെ പൃഥ്വിരാജ് വല്ലതൊക്കെ ആണെങ്കിൽ പിന്നെ പറ്റുമായിരുന്നു എന്ന് തോന്നിയായിരുന്നു പേഴ്സണലി. അപ്പോൾ ഇതാണ് ഈ സിനിമേനെ പറ്റിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാർക്കോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.